കേരളത്തിലെ പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിൽ ഇത് വാസ്തവത്തിൽ ശരിക്കും ഒരു പൊളിറ്റിക്കൽ സുനാമി ആയിട്ട് തന്നെയാണ് അനുഭവപ്പെടുക ആർക്കും. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇത് കേവലം ഒരു തോൽവി എന്നുള്ളതല്ല, ജനങ്ങൾ നൽകുന്ന ഒരു ശിക്ഷയായിട്ടാണ് ഈ ഒരു ഇന്നത്തെ അനുഭവത്തെ വിലയിരുത്താനാവുക എനിക്ക്. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് വളരെ വിശദമായി കടക്കുന്നുണ്ടെന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും CPIMന്റെ പൊളിറ്റ് ബ്യൂറോയും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അതവർ ചെയ്യട്ടെ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ എനിക്ക് പറയാൻ പറ്റൂ താങ്കളുടെ ചോദ്യത്തിന്. ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബർ 13-നായിരുന്നല്ലോ റിസൾട്ട് വന്നത്. അതിനുശേഷം പിന്നീട് ചേർന്ന ആ മാസം തന്നെ ചേർന്ന സ്റ്റേറ്റ് കമ്മിറ്റി റിവ്യൂ നടത്തി. അടുത്ത മാസം തീരുമാനങ്ങളായിട്ട് തന്നെ ഇത് പുറത്തു വന്നു. ആ റിവ്യൂവിൽ പുറത്തു വന്ന പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ വായിച്ചത്, ഭരണപരവും രാഷ്ട്രീയവും സംഘടനാപരവുമായ തിരുത്തലുകൾ ആവശ്യമാണ് പാർട്ടിക്ക്, ഗവൺമെന്റിന്. ഇതായിരുന്നു പ്രധാനപ്പെട്ട മെസ്സേജ് ആ റിവ്യൂവിൽ നിന്ന് പുറത്തേക്ക് പാർട്ടി അണികളിലേക്ക് നൽകിയ മെസ്സേജ്. അപ്പൊ ആ തിരുത്തൽ വരുത്തണമല്ലോ, സ്വാഭാവികമാണല്ലോ. പാർട്ടി സംസ്ഥാന നേതൃത്വം യോഗം ചേർന്ന് ആലോചിച്ച റിവ്യൂവിലാണ് തീരുമാനമായിട്ട് ഇതിങ്ങനെ പുറത്തു വരുന്നത്. അപ്പൊ ഗവൺമെന്റ് പിന്നീട് കുറച്ച് തിരുത്തലുകൾ വരുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുറെ കാര്യങ്ങളിൽ, തീരുമാനങ്ങളിൽ ഒക്കെ തിരുത്തൽ വരുത്തുകയും ചില പുതിയ ക്ഷേമാനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയമായ തിരുത്തൽ, അത്തരമൊരു തിരുത്തൽ പിന്നീട് കണ്ടില്ല. ആ രാഷ്ട്രീയമായ തിരുത്തൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിലയിരുത്തപ്പെട്ടത് ശബരിമല ഇഷ്യൂ ഒന്ന്. ആ ശബരിമല ഇഷ്യൂവിലെ വിവിധ വിഷയങ്ങളുണ്ട്. അതല്ല ഇവിടെ പറയാൻ ചുരുങ്ങിയ സമയത്ത് ഞാൻ പറയുന്നില്ല. പൊതുവിൽ അതിനെ ന്യായീകരിക്കുകയായിരുന്നുവല്ലോ. അല്ല, ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയതാണ്, മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയതാണ്, വിമർശകർ ഉയർത്തിക്കാട്ടിയതാണ്. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ തമസ്കരിക്കുകയായിരുന്നുവല്ലോ ചെയ്തത്. അതിന്റെ ഫലം കൂടിയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെ മഞ്ജുഷ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയമായ തിരുത്തൽ എന്ന് പറയുന്നത് ശബരിമലയുടെ കാര്യത്തിൽ വന്നു. ഞാൻ തന്നെ ന്യൂസ് 8ന്റെ ചർച്ചയിലടക്കം മറ്റു പല ചർച്ചകളിലും സ്ത്രീത്വം ഉണ്ടായിരുന്ന ചർച്ചകളിലൊക്കെ പ്രധാനമായിട്ട് വന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ഉയർന്നു വന്ന ഒരു ചോദ്യം ശ്രീയുക്തൻ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല? രാഷ്ട്രീയമായ ചോദ്യമാണ്. രാഷ്ട്രീയമായ തിരുത്തലിന് അതിൻ്റെ അകത്ത് വരേണ്ട ഒരു മെയിൻ ഫാക്ടറുമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. അത് വരുന്നില്ല. CMRലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീടാണ് G. സുധാകരൻ പറയുന്ന പൊളിറ്റിക്കൽ ക്രിമിനലിസം വരുന്നത്. അതിന് പിന്നാലെയാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്ന നെപ്പോട്ടിസം വരുന്നത്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യമായ ഈ വിരക്തിയുണ്ട്. പാർട്ടി ഘടനയോട് തന്നെ ഉണ്ടായ വിരക്തി. ആർക്കാണ് ആ വിരക്തി ഉണ്ടായെന്ന് കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുണ്ടാവുന്നത് പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും മാത്രമല്ല, പാർട്ടി പ്രവർത്തകർക്ക് തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഇത് UDF സുനാമിയോ അല്ലെങ്കിൽ UDF തരംഗമോ അല്ല, പിണറായി വിരുദ്ധതയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പാർട്ടി അണികൾ തന്നെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുകയായിരുന്നു അല്ലേ? അത് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ മഞ്ജുഷേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇത് പിണറായി വിരുദ്ധതയാണ് എന്നുള്ള ഒറ്റ ഫോക്കസിലേക്ക് കൊണ്ടുപോകാനല്ല ഞാനിത് പറഞ്ഞത്. പിണറായി വിരുദ്ധതയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ തിരുത്തൽ വരുത്തണമെന്ന് പറഞ്ഞത് ഭരണപരമായും രാഷ്ട്രീയ സംഘടനാപരമായിട്ടുമാണ്. അപ്പോൾ ഭരണപരമായ തിരുത്തൽ ഗവൺമെന്റ് തന്നെയാണ് വരുത്തേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് ചില തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ക്ഷേമ പദ്ധതികളിലടക്കം, സർക്കാർ ജീവനക്കാർക്കുള്ള ആശ്വാസ നടപടികളടക്കം, പുതിയ ചില പെൻഷൻ പദ്ധതികളിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ തിരുത്തലിന്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ്. അത് തിരുത്താൻ ആരാണ് തയ്യാറാവുന്നത്? പിണറായി മന്ത്രിമാരും തന്നെയാണ്. അപ്പൊ അത് ഈ ഭരണപരമായ തിരുത്തലിന് അവർ തയ്യാറായി. പിണറായി ഏകാധിപത്യം അവിടെ കാണിച്ചു, പിടിവാശി പിടിച്ചു എന്ന് അവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ സംഘടനാപരമായ തിരുത്തൽ, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ താഴെ ബ്രാഞ്ച് കമ്മിറ്റി വരെ വരണമല്ലോ ആ തിരുത്തൽ എന്ന് പറയുന്നത്. ആ തിരുത്തൽ എവിടെ പോയി? അതാണ് ഞാൻ ചോദിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.